Wait a minute, cut this shit. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഐറ്റൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഐറ്റലിൻ്റെ A48നെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് റീസെൻ്റായിട്ട് ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല വ്യൂ ലഭിച്ചൊരു വീഡിയോ ആയിരുന്നു. കാര്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സ്മാർട്ട് ഫോണാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്മാർട്ട് ഫോണാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഐറ്റലിൻ്റെ വിഷൻ 1 Pro എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഫോണിനൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ബോക്സിൻ്റെ മുൾവശത്തേക്ക് നോക്കുമ്പോൾ വിഷൻ 1 Pro എന്നൊരു ബ്രാൻഡിങ്ങോട് കൂടി തന്നെയാണ് ഫോൺ വന്നിരിക്കുന്നത്. ഐറ്റലിൻ്റെ ബ്രാൻഡിങ് ഏറ്റവും ടോപ്പിലുണ്ട്. ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. 5000 രൂപയിൽ താഴെയുള്ള സ്മാർട്ട് ഫോൺ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ബ്രാൻഡാണ് ഐറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷന് പിന്നെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നു. പിന്നീട് ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്. അപ്പം ഇതാണ് ഓവറോൾ ഇതിൻ്റെ പുറമേ ഉള്ളൊരു ഡിസൈന്. അപ്പോൾ നമുക്ക് ഈ ഫോണിനെ അൺബോക്സ് ചെയ്യാം. ബോക്സിനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിലായി കൊടുത്തിരിക്കുന്നത് ഒരു കവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാനുവൽ ബുക്ക്, അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു ഫോണിനൊപ്പം കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഫോണിനെ തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റി വെക്കുന്നു. പിന്നീട് ഫോണിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു 5 വാട്ട് ചാർജർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ളൊരു ചാർജർ. അതുപോലെ തന്നെ ഒരു USB ചാർജിങ് കേബിളുമാണ് ഇതിനൊപ്പം ഉള്ളത്. ഹെഡ്ഫോൺ ഇതിനൊപ്പം ഫോണിനൊപ്പം അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു ഫോണിൻ്റെ കവറിനെ മാറ്റി വെക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫോൺ നോക്കാം. ഇതാണ് ഐറ്റലിൻ്റെ വിഷൻ 1 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് സൈസിലുള്ളൊരു ഫോണാണ്. നല്ലൊരു കളർ വേരിയൻറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ 3 ക്യാമറകളുണ്ട്. അതുപോലെ ഫ്രണ്ടിലൊരു വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. ഫോണിൻ്റെ ഡിസ്പ്ലേ ഓൺ ചെയ്യുമ്പോൾ തന്നെ 6.52 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിലായി ക്യാമറ ഒരു വാട്ടർ ഡ്രോപ്പ് ഡിസൈനിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്നതിനായിട്ട് അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ സൈസ് തന്നെയാണ് ഫോണിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പിന്നീട് ഫോണിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നു. റൈറ്റ് സൈഡിലായി തന്നെ ഒരു വോളിയം റോക്കേഴ്സ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 3 ക്യാമറകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിലായി തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ്. പിന്നെ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായി തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിരിക്കുന്നു. ഫോണിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ താഴേക്ക് വരുമ്പോൾ ഒരു ചാർജിങ് പോർട്ട്, അതിന് തൊട്ട് ലെഫ്റ്റ് സൈഡിലായി തന്നെ ഒരു മൈക്ക് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഡെഡിക്കേറ്റഡ് ഓപ്ഷനായി കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഹെഡ്ഫോൺ കൂടെ അവൈലബിൾ അല്ലെങ്കിൽ കൂടി ഒരു ഹെഡ്ഫോൺ പോർട്ട് കൊടുത്തിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 4000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാക്കപ്പ് തന്നെ ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഞാൻ ഒരു 1 ഡേ യൂസ് ചെയ്തപ്പോൾ കുഴപ്പമില്ലാത്തൊരു ബാക്കപ്പ് തന്നെ ഈ 4000 mAhൻ്റെ ബാറ്ററി നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ 2 GB ആണ് ഇതിൻ്റെ റാം വേരിയൻറ്റ് വരുന്നത്. 32 GB ആണ് ഇന്റേണൽ മെമ്മറി. നമുക്ക് മെമ്മറി കാർഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ 2 സിം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. LTE എനേബിൾഡ് ആയിട്ടുള്ള 2 സിമ്മുകൾ നമുക്ക് ഒരേ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ 10th വേർഷനായിട്ടുള്ള ആൻഡ്രോയിഡ് ഗോ എഡിഷനാണ് ഇതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വരുന്നത്. പ്രൊസസ്സറിലേക്ക് വരുമ്പോൾ 1.4 GHz ഒരു ക്വാഡ് കോർ പ്രൊസസ്സറാണ് ഈ ഫോണിൻ്റെ പെർഫോമൻസിലായിട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു പെർഫോമൻസ് ഈ ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ ഈ ഫോണിൻ്റെ സെക്യൂരിറ്റിക്കായിട്ട് ഫേസ് ഐഡി റെക്കഗ്നിഷനും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഈ ഫോണിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഇതിൻ്റെ ക്യാമറകളെക്കുറിച്ചാണ്. ഇതിൻ്റെ ബാക്കിൽ 3 ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 8 MP മെയിൻ ക്യാമറ, പിന്നെ 2 VGA ക്യാമറകളാണ് ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ മുൻവശത്തേക്ക് വരുമ്പോൾ 5 MP ഒരു ക്യാമറയാണ് സെൽഫി ക്യാമറയായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന ഈ ക്യാമറയുടെ പെർഫോമൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് തിരിച്ചു വരാം. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ബാക്ക് ക്യാമറ മെയിൻ ക്യാമറ 8 MP 720p ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഫുൾ HD ഇല്ല. 1080 എന്നുള്ളൊരു റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാൻ ഇതിൻ്റെ അത് ഓപ്ഷനില്ല. 720pയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നടന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റെബിലൈസേഷൻ അതുപോലെ തന്നെ ക്വാളിറ്റി നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 8 MP മെയിൻ ക്യാമറ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 5 MP 720pയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫുൾ HD അല്ല. 720p എന്നൊരു ഓപ്ഷനേ ഉള്ളൂ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്കും ബാക്ക് ക്യാമറയിലും.
അപ്പം 720pയിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. 5 മെഗാ പിക്സൽ ക്യാമറ. അത്യാവശ്യം പുറത്ത് നല്ല വെയിലുണ്ട്, അപ്പോൾ അത് ഫേസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഫ്രണ്ട് ക്യാമറയുടെ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ വിഷൻ 1 പ്രോയുടെ ക്യാമറയുടെ ഒരു ക്വാളിറ്റിയെ കണ്ട് മനസ്സിലാക്കി. നമ്മൾ ഓവറോൾ ഇപ്പോൾ ഒരു ഡീറ്റെയിൽ ഈ വിഷൻ 1 പ്രോയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഞാൻ A48നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പലരും ഇന്നൊരു ബിഗ് ബഡ്ജറ്റ് ഫോണിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് ഇതുപോലുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളാണ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫോണാണ്. അപ്പോൾ ഞാൻ അതെപ്പോഴും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ കണ്ട് പലരും നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കൾക്കൊക്കെ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന അത്യാവശ്യം പെർഫോമൻസ് തരുന്ന 2GB 32GB ഇൻറ്റേർണൽ മെമ്മറി തരുന്ന ഒരു നല്ല ക്യാമറ പെർഫോമൻസ് തരുന്ന അത്യാവശ്യം ഒരു ഡിസ്പ്ലേ സൈസ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐറ്റിൽ നമുക്ക് 100% റെക്കമെൻഡ് ചെയ്യാം. കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള സിസ്റ്റൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അവരെ വിളിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതുപോലെ ഈ ഫോണിനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു സ്മാർട്ട് ഫോണുമായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ TB Enjoy സൈനിങ് ഓഫ്. ബൈ.